നമസ്കാരം. ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിപ്ലവത്തിൻ്റെ മണ്ണാണ് കൊല്ലത്തെ ശൂരനാട്. സമരതീക്ഷണമായ ഇന്നലകളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇന്നും ശൂരനാട്ട് നിന്നും ഉയരുന്നുണ്ട്. ശൂരനാട്ട് നിന്നും മറ്റൊരു ഹരിത വിപ്ലവത്തിൻ്റെ ഭേരി മുഴങ്ങുന്നത് ഞങ്ങൾ കാണുന്നു. ശൂരനാട്ട് അജിയുടെ കുമരഞ്ചിറയിലുള്ള കൃഷിഭൂമിയിൽ ജൈവവിളകളുടെ ഹരിത പ്രപഞ്ചം ഉയർന്നു വരുന്നു. ആ കാഴ്ചകൾ തേടി ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുകയാണ് ശൂരനാട്ടേക്ക്, നിങ്ങളോടൊപ്പം. വിസ്തൃതമാണ് അജിയുടെ കൃഷിയിടം. 4 ഏക്കർ വരുന്ന വിശാലമായ ഈ ഭൂമിക ഒന്ന് കാണേണ്ടത് തന്നെ. കൽപ്പവൃക്ഷങ്ങളും കവുങ്ങും റബ്ബർ തോട്ടവും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നേരിട്ട് സൂര്യപ്രകാശം വന്നു പതിക്കുന്ന വയലേലകളും പച്ചക്കറി കൃഷിയിടങ്ങളും. പച്ചക്കറികളാകട്ടെ വിളസമൃദ്ധം. വെണ്ടയ്ക്കായും പാവലും പയറും വഴുതനയും മത്തനും ഉൾപ്പെടെ എല്ലാവിധ പച്ചക്കറികളും നിരനിരയായി നിരന്നു കിടക്കും. മറ്റൊരിടത്ത് സുഗന്ധവിളകളായ ഇഞ്ചിയും മഞ്ഞളുമുണ്ട്. വേറൊരിടത്ത് കിഴങ്ങ് വർഗ്ഗ വിളകളാണ്. ചേന, ചേമ്പ്, കാച്ചിൽ എന്നിങ്ങനെ എണ്ണമറ്റ കിഴങ്ങ് വർഗ്ഗ വിളകൾ. ഇങ്ങനെ ഭൂമിയുടെ ചൈതന്യത്തിന് കൂട്ടായി നിൽക്കുന്നത് ഈ വിളകളാണെങ്കിൽ, വിളകളുടെ ചൈതന്യത്തിന് കൂട്ടായി നിൽക്കുന്നത് ഒരു സംഘം പൂവാലികളാണ്. 1/2 ഡസനോളം വരും ഷാജിയുടെ കുമരഞ്ചിറയിലെ കൃഷിയിടത്തിലെ പൂവാലികളുടെ എണ്ണം. ഈ പൂവാലികളാൽ സമൃദ്ധമായ കൃഷിയിടത്തിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സുനന്ദിനി വർഗത്തിൽപ്പെട്ട 6ഓളം പൂവാലികൾ ഷാജിക്കുണ്ട്. പ്രതിദിനം 30 ലിറ്ററോളം പാൽ പതാരം ക്ഷീരസംഘത്തിൽ അളക്കുന്നുണ്ട്. പാലിനേക്കാൾ പ്രധാനമാണ് വളം. മണ്ണിൻ്റെ ചൈതന്യം നിലനിർത്തണമെങ്കിൽ ഗോമൂത്രവും വളവുമൊക്കെ വേണം. അതുകൊണ്ട് തന്നെ പൈക്കളുടെ ഗോമൂത്രവും വളവും സംഭരിച്ച് ധാരാളം ജൈവ വളങ്ങൾ അജി സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. പഞ്ചഗവ്യവും ജീവാമൃതവും മറ്റു മിശ്രിതങ്ങളും എല്ലാം തന്നെ ഈ കൃഷിയിടത്തിൻ്റെ ചൈതന്യത്തിൻ്റെ കൂട്ടാവും. എല്ലാത്തിനും കൂട്ടായ ഈ പൂവാലികൾക്ക് പ്രത്യേക പരിചരണം തന്നെയാണ് അജി നൽകുന്നത്. പൂവാലികൾക്ക് യഥേഷ്ടം പച്ചപ്പുല്ല് നൽകുവാനായി വിശാലമായ പുൽത്തോട്ടം തന്നെ കുമരഞ്ചിറയിലെ പറമ്പിൽ ഒരുങ്ങിയിട്ടുണ്ട്. മൊത്തം വിളസമൃദ്ധിയുടെ നടുവിൽ നിൽക്കുന്ന ഈ പൂവാലികൾ ഈ ചൈതന്യത്തിൻ്റെ കൂട്ട് ഞങ്ങൾ തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതിസൗന്ദര്യമുള്ള ഒരു പച്ചക്കറി വിളയാണ് വെണ്ട. നമുക്കറിയാം, കേരളത്തിൽ പല വെണ്ട ഇനങ്ങൾ നമുക്ക് സുപരിചിതമായി കഴിഞ്ഞു. കാർഷിക സർവകലാശാലയുടെ അനാമിക വെണ്ട, കഞ്ഞിക്കിഴിയിലൂടെ പ്രസിദ്ധമായ ആനക്കൊമ്പൻ വെണ്ട, അമേരിക്കൻ വെണ്ട എന്നിങ്ങനെ നിരവധി വെണ്ടകൾ. അജിയുടെ കുമരഞ്ചിറയിലുള്ള കൃഷിയിടത്ത് വന്നാൽ മറ്റു ചില വെണ്ടകൾ കാണാം. 180ഓളം സംഖ്യ വരുന്ന വിശാലമായ ഒരു വെണ്ടത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന വലിയ പ്രത്യേകത മറ്റു വെണ്ടകളെപ്പോലെ അധികം ശിഖരങ്ങൾ ഈ വെണ്ടകളിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം അജി ഉപയോഗിക്കുന്ന വിത്ത് തന്നെ. വെണ്ടയ്ക്കായി മറ്റു സംസ്ഥാനത്തു നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്ത സങ്കരവർഗം വെണ്ട വിത്തുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വെണ്ട കൃഷിക്കും ഒരു സമയമുണ്ട്. തുലാമഴ അല്ലെങ്കിൽ ഇടവപ്പാതി, ഇതിനു മുമ്പാണ് വെണ്ടയുടെ കൃഷി സമയം. വെണ്ട നട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ വല്ലപ്പോഴും കിട്ടുന്ന മഴ വെണ്ടയ്ക്ക് വലിയ ആശ്വാസമാണ്. വെണ്ട നടുവാനായി കുഴികളും പ്രത്യേക തരത്തിൽ തന്നെയാണ് അജി നിർമ്മിക്കുക. ഏതാണ്ട് 1/2 അടി ആഴത്തിലും 1/2 അടി വീതിയിലും നീളത്തിലുമുള്ള കുഴികളിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉണക്കച്ചണകവും ചേർത്ത് മേൽമണ്ണുമായി കുഴച്ച ഒരു മിശ്രിതം തന്നെ ഉണ്ടാക്കി അതിന് നടുവിലേക്കാണ് വെണ്ട വിത്തുകൾ നേരിട്ട് നടുക. ഒരു കുഴിയിൽ ഒരു വെണ്ട വിത്ത് എന്നുള്ളതാണ് സമീപനം. കുഴികൾ തമ്മിൽ ഏതാണ്ട് 1.5 മീറ്റർ അകലമുണ്ട്. വരികൾ തമ്മിലും, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെണ്ടത്തോട്ടത്തിന് നടുവിൽ വരികൾ തമ്മിലും 1.5 മീറ്റർ അകലമുണ്ട്. അതായത് ഒരു കർഷകന് അല്ലെങ്കിൽ വെണ്ടയെ പരിപാലിക്കുന്ന ആൾക്ക് നിസ്സാരമായി ഇതിലൂടെ നടന്നു പോകാനുള്ള അവസരമുണ്ട്. ഈ വെണ്ടത്തോട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗി തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെണ്ടയുടെ പീത നിറമുള്ള പുഷ്പങ്ങൾ വിടർന്ന് എല്ലാ ചെടിയിലും നിൽപ്പുണ്ട്. രക്തത്തിൻ്റെ വർണ്ണമുള്ള, രക്തത്തേക്കാൾ വർണ്ണമുള്ള ചുവപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്.
നല്ല പ്രകാശം തട്ടുന്ന ഇടമാണ്, വെണ്ടത്തോട്ടം കാട് പിടിച്ച് കിടക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രത്യേകതകൾ അജിയുടെ കുമരഞ്ചിറയിലെ ഈ തോട്ടത്തിനുണ്ട്. മറ്റൊന്നുള്ളത്, വെണ്ട നട്ട് ഏതാണ്ട് 3 മുതൽ 5 പക്കം തന്നെ വെണ്ട പൊടിച്ചു വരും. അപ്പോഴേക്കും നല്ല വളങ്ങൾ ഉപയോഗിക്കണം. വളത്തിനായി ഒരു പ്രത്യേക മിശ്രിതം തന്നെ അജി തയ്യാറാക്കുന്നുണ്ട്. അതിൽ പ്രധാനം പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ ഗോമൂത്രത്തിൽ പുളിപ്പിച്ച ഒരു മിശ്രിതം തന്നെയാണ്. എല്ലാ ദിവസവും ക്ലോക്കിൻ്റെ ദിശയിൽ അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കും. 5 പക്കം മുതൽ തന്നെ 10 ലിറ്ററോളം വെള്ളത്തിൽ നേർപ്പിച്ച് അത് ഉപയോഗിക്കാൻ കഴിയും. 2 ആഴ്ച കൂടുമ്പോഴാണ് ഈ വളമിശ്രിതം വെണ്ടയ്ക്ക് ഉപയോഗിക്കുക. 30 മുതൽ 35 ദിവസം തന്നെ ഇതേ രീതിയിലുള്ള പൂക്കൾ വെണ്ടയിൽ വിടർന്നു വരികയും പൂവിന് പ്രത്യേക സൗന്ദര്യമാണ്. 42 പക്കം മുതൽ തന്നെ കായ പറിച്ചു തുടങ്ങാം. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ ആയുസ് കാലം, അതായത് ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ 2 മുതൽ 3 കിലോ വരെ കായ്കൾ പറിച്ചെടുക്കാൻ കഴിയും. 42 പക്കം മുതൽ അടുത്ത 42 ദിവസത്തേക്ക് ഈ ആദായം കിട്ടിത്തുടങ്ങും എന്നത് വെണ്ടയുടെ വലിയൊരു മേന്മയാണ്. പ്രാദേശിക വിപണി തന്നെയാണ് അജിയുടെയും ലക്ഷ്യം. കിലോയ്ക്ക് ഏതാണ്ട് 40 മുതൽ 45 രൂപ വരെ സീസൺ അനുസരിച്ച് വിലയും കിട്ടുന്നു. എന്തായാലും വെണ്ട ഈ പച്ചക്കറികളിൽ ഒരു ഏകാന്ത നക്ഷത്രമായി വിലസുന്നു എന്നുള്ളതാണ് കുമരഞ്ചിറയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ. കണ്ണഞ്ചിപ്പിക്കുന്ന ഹരിതകാന്തിയുള്ള കൃഷിയിടമാണ് അജിയുടേത്. ഓരോ വിളകളെക്കുറിച്ചും സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ അജിക്കുണ്ട്. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട കൃഷിവേലകളുടെ അധ്യായങ്ങൾ ഹരിതസുന്ദരത്തിനു വേണ്ടി പങ്കുവയ്ക്കുന്നു. നമസ്കാരം അജി. നമസ്കാരം. അജി എന്തുവരെ പഠിച്ചിട്ടുണ്ട്? SLC IT. സ്വാഭാവികമായിട്ട് ഈ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ഒരാൾ ആ ഒരു പാതയിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് വന്നത്? പരമ്പരാഗതമായി ഒരു കാർഷിക പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ കൃഷിയോടുള്ള അഭിനിവേശമാണ് കൃഷി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ഇപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്നത് കിഴങ്ങ് വർഗ്ഗ വിളകൾ വളരെ സമൃദ്ധമായിട്ട് നിൽക്കുന്നു. മഞ്ഞൾ, ഇഞ്ചി മുതല സുഗന്ധ വിളകൾ നല്ലവണ്ണമുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറികളുടെ വിശാലമായൊരു സ്ഥലം തന്നെയാണ് പച്ചക്കറികൾ. ഇത്രയും വിളകൾ കൃഷി ചെയ്യുമ്പോൾ അജിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടി എല്ലാത്തിലും ശ്രദ്ധിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഞങ്ങൾ ഒരു രാവിലെ 5 മണിക്ക് കൃഷിയിടത്തിൽ ഇറങ്ങും. രാത്രി 8 മണിയോളം കൃഷിയുമായി പരിലാളിച്ച് ഇങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടും. കുമരഞ്ചിറയിലെ അജിയുടെ കൃഷിയിടത്തെ പ്രസിദ്ധമാക്കുന്ന ഒരു ചെടിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, ഉണ്ടമുളക് അഥവാ മാലിമുളക് എന്നറിയപ്പെടുന്ന മുളക് കേരളത്തിൽ ഒരു അപൂർവ കാഴ്ചയല്ല. എങ്കിൽ പോലും വളരെ സമൃദ്ധമായി, അതായത് ഭൂമികയിൽ ഒരു 70 mm ക്യാൻവാസിൽ നിറയ്ക്കുന്ന രീതിയിലേക്ക് ഉണ്ടമുളക് കൃഷി ചെയ്യുക, ആ കാഴ്ച കാണണമെങ്കിൽ കുമരഞ്ചിറയിലെ അജിയുടെ കൃഷിത്തോട്ടത്തിൽ തന്നെ വരണം. മുളവിന് എരിവ് ഏറെ ഉണ്ടെങ്കിലും മുളവിനോടുള്ള പ്രണയത്തിൻ്റെ എരി കൂട്ടുന്ന മുളക് തന്നെയാണ് ഉണ്ടമുളക്. പൊതുമാർക്കറ്റിൽ ഏതാണ്ട് 300 മുതൽ 350 രൂപ വരെ കിലോയ്ക്ക് വിലയുള്ള ഈ മുളക് വലിയൊരു സമൃദ്ധിയിൽ തന്നെയാണ് കുമരഞ്ചിറയിലെ ഈ കൃഷിയിടത്തിൽ അജി ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമാണ് ഇതിൻ്റെ കൃഷി രീതി. ശൂരനാട്ടിൻ്റെ സ്വന്തം മണ്ണിലെ സ്വന്തം വിത്ത് തന്നെയാണ് ഉണ്ടമുളകിനായി ഉപയോഗിക്കുന്നത്. വിത്ത് നന്നായി കിളച്ചൊരുക്കിയ മണ്ണിൽ പാകി കിളിപ്പിച്ചെടുക്കും. 1 മാസം പ്രായമെത്തിയ തൈകൾ അടർത്തിയെടുത്താണ് കുഴികളിൽ നടുക. കുഴികളിൽ അതിനു മുമ്പ് തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉണക്കച്ചാണകവും ചേർത്ത് നല്ല അടിവളം ചെയ്തതിനു ശേഷം മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനായി നേരത്തെ ചെറിയൊരു കുമ്മായപ്രയോഗം നടത്തിയതിന് ശേഷമാണ് കുഴികളിലേക്ക് ഈ ഉണ്ടമുളകിൻ്റെ തൈകൾ നടുന്നത്. എന്തായാലും ദിവസവും ആദായം നൽകുന്ന ഒരു വിളയാണ് ഉണ്ടമുളക് എന്ന് അജി തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചെടിയിൽ തന്നെ നമുക്ക് നോക്കാം. പൊട്ടിവരുന്ന എല്ലാ ശിഖരങ്ങളിലും ഒരു കൈക്കുമ്പിൾ ഒതുങ്ങാത്തത്ര രീതിയിലുള്ള വിള സമൃദ്ധി ഈ ഉണ്ടമുളകിലുണ്ട്. കാണാനും വലിയ ഭംഗിയാണ്. ഇത് പ്രധാനമായിട്ടും മത്സ്യങ്ങൾ, മീൻകറി, കുടംപുളിയിട്ട് മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് എരിവ് നൽകുന്നതും സുഗന്ധം നൽകുന്നതുമായ ഒരു ഇനമാണ് ഉണ്ടമുളക്. അതോടൊപ്പം തന്നെ ഈ കിഴങ്ങുവർഗ്ഗ വിളകളുടെ പുഴുക്കിൽ കൂട്ടുചമ്മന്തിയായി ഉപയോഗിക്കുന്ന ഒരു മുളകാണ് ഉണ്ടമുളക്. അതുകൊണ്ട് തന്നെ മറ്റേത് മുളകിന് വിപണിയിൽ ഡിമാൻഡ് കുറഞ്ഞു പോയാലും ഉണ്ടമുളകിന് വർഷം മുഴുവൻ ഡിമാൻഡുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ. ഇപ്പോൾ ഈ പറമ്പിൽ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഈ മരച്ചീനിത്തോട്ടത്തിൻ്റെ നടുവിൽ കണ്ണത്ത ദൂരത്തോളമാണ്
ഉണ്ടമുളകിൻ്റെ ഒരു സമൃദ്ധി കാണാൻ കഴിയുക. ഏതാണ്ട് 200-ഓളം തൈകൾ ഈ തോട്ടത്തിൽ നട്ട് വിശാലമായ ഒരു ഭൂമിക ഉണ്ടമുളകിനായി തീർത്തിരിക്കുകയാണ് അജി. അജിയുടെ ഈ വിളകളുടെയൊക്കെ പൂർണ്ണമായ ഒരു ഒരു വളർച്ചയും ചൈതന്യവും എന്നൊക്കെ പറയുന്ന അജി സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു ജൈവ വളക്കൂട്ടാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കും. നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ പച്ചച്ചാണകം, അത് പുതിയ പച്ചച്ചാണകം, ഇവ ഗോമൂത്രത്തിൽ പുളിപ്പിച്ച് 3 ദിവസം മുതൽ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം 10 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മളുടെ വിളകൾക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക. സാധാരണ രീതിയിൽ പച്ചക്കറി കൃഷിയിലൊക്കെ ആളുകൾ വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നീട് ആദ്യത്തെ ഒരു വിള ശേഷം അവയെ ബാധിക്കുന്ന കീടങ്ങളാണ്. ഇപ്പോൾ ജൈവമായി കൃഷി ചെയ്യുന്ന ഈ കൃഷിഭൂമിയിൽ ഈ കീടങ്ങളെ ഒഴിവാക്കാൻ എന്ത് മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്? നമ്മൾ ഗോമൂത്രം, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കി ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ വിളകൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. രാസകീടനാശിനികളോ രാസവള പ്രയോഗമോ നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നേയില്ല. എന്താ അതിൻ്റെ ഒരു കാരണം എന്താ? വലിയ അമിത ലാഭം വേണ്ട എന്നുള്ളതാണ്. ഇത് അന്യസംസ്ഥാനങ്ങളിൽ വരുന്ന പച്ചക്കറി വിളകളിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്യാൻസർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ഒപ്പം നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചാൽ അത് കഴിക്കുന്ന ഉപഭോക്താക്കളെക്കാൾ മുൻപേ നമുക്ക് തന്നെ ക്യാൻസർ വരും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നമ്മളിത് ഒഴിവാക്കുന്നു. നാട്ടിൻപുറത്ത് മാത്രം കാണുന്ന അപൂർവ സുന്ദരമായ ഒരു കാഴ്ചയ്ക്കായി അജിയുടെ കുമരഞ്ചിറയിലെ കൃഷിയിടം ഒരുങ്ങുകയാണ്. അതായത് ഒരു 2 ആൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന മരച്ചീനി ഞങ്ങൾ പിഴുതെടുക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം അജിയുണ്ട്, അജിയുടെ ജ്യേഷ്ഠൻ ശ്രീ സുരേഷുണ്ട്, കൃഷിഭവനിലെ ജീവനക്കാരനായ ശ്രീ തോമസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ വലിയൊരു വിളവ് ലഭിക്കും എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു മരച്ചീനി പിഴുതെടുക്കുകയാണ്. ഇതിനായി ശക്തി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാണേണ്ട മറ്റൊരു കാഴ്ച. തുടങ്ങാമോ? തോമസ്. ആണ് മൺസൂൺ കാലത്തിന് മുമ്പേ തുടങ്ങിയ ഒരു കൃഷി. മൺസൂണിൻ്റെ എല്ലാ ചൈതന്യവും ഏറ്റുവാങ്ങി അത് 6 മാസത്തിന് ശേഷം വിളഞ്ഞു നിൽക്കുകയാണ്. 6 മാസ കപ്പ എന്നല്ലേ പേര്? 6 മാസം. 6 മാസത്തെ വിളവിന് ശേഷം ശൂരനാട്ടം മണ്ണിൽ വിളഞ്ഞ കപ്പ. അജിയുടെ കൃഷിത്തോട്ടത്തിന് കാവലും കരുതലുമായി നിൽക്കുന്നത് ശൂരനാട് തെക്ക് കൃഷിഭവൻ്റെ സേവനങ്ങളാണ്. മികച്ച വിളവിന് എല്ലാവിധ സാങ്കേതിക ഉപദേശങ്ങളും നൽകുന്ന കൃഷി ഓഫീസർ ശ്രീ വിജയകൃഷ്ണപിള്ളയും കൃഷി അസിസ്റ്റന്റ് ശ്രീമതി ശ്രീജിയും നമ്മോടൊപ്പം ഉണ്ട്. ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ കൃഷിഭവനിൽ നിന്ന് ഒരു മികച്ച ശൂരനാട് തെക്ക് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു കർഷകനാണ് ശ്രീ അജി. അദ്ദേഹത്തിന് എന്തൊക്കെ സാങ്കേതിക സഹായങ്ങളാണ് കൃഷിഭവനിൽ നൽകുന്നത്? ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിനെ മൊത്തത്തിലായി ഞങ്ങൾ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒരു ജൈവ കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മികച്ച ഇനം വിത്തുകളും ജൈവവളം, ജൈവ കീടനാശിനി, ജൈവ കുമിൾനാശിനി ഇതെല്ലാം തന്നെ കൃഷിഭവൻ്റെ നിർദ്ദേശപ്രകാരം ആണ് അജി ഉപയോഗിക്കുന്നത്. ഇവിടെ ലഭ്യമല്ലാത്തത് കൃഷിഭവൻ വഴി അത് സംഘടിപ്പിച്ച് നൽകുന്നുണ്ട്. പിന്നെ നിരന്തരം നമ്മൾ നിരീക്ഷണം, ജൈവ കൃഷിക്ക് നിരന്തര നിരീക്ഷണം ആവശ്യമാണ്. ഞങ്ങൾ കൃഷിഭവനിലെ ജീവനക്കാരെല്ലാവരും
ഇതുപോലുള്ള എല്ലാ തോട്ടങ്ങളും നിരന്തരം സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽപ്പെടുത്തി ഉള്ള സാമ്പത്തിക സഹായങ്ങളും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. മത്തനില്ലാതെ ഒരു പച്ചക്കറി തോട്ടമില്ല, മത്തനില്ലാതെ ഒരു പച്ചക്കറിയുടെ കറിയുമില്ല എന്ന് പറയുന്നതാണ് ഉത്തമം. അമ്പിളി മത്തനാണ് ഇപ്പോൾ പ്രിയം. കാരണം അത്ര വലിയ കായല്ല എന്നുള്ളതാണ് മേന്മ. വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും, വിപണിയിൽ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും, ചെറുകിട ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അമ്പിളി മത്തൻ്റെ മേന്മ. വലിയൊരു കൃഷിയിടത്തിൽ അജിയുടെ കുമരഞ്ചിറയിലുള്ള വലിയ കൃഷിയിടത്തിൽ ഭൂമിക്ക് പാദസരമായിട്ടാണ് മത്തൻ ഇങ്ങനെ വിളഞ്ഞ് പെരുകി കിടക്കുന്നത്. അപ്പം വലിയൊരു മത്തൻ്റെ അമ്പിളി മത്തൻ്റെ വലിയ ഒരു വിശാലമായ ഒരു ഭൂമികയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കാണുന്നിടത്തെല്ലാം തന്നെ സ്വർണ്ണ നിറത്തിലായി അമ്പിളി മത്തൻ വിളഞ്ഞ് കിടക്കുകയാണ്. 2 മാസമാണ് അമ്പിളി മത്തൻ്റെ മൂപ്പ്. ഏതാണ്ട് 1 ഏക്കറിൽ 40 മൂട് മത്തൻ നടാൻ കഴിയും എന്നാണ് പരിണിതപ്രജ്ഞനായ അജിയെ പോലുള്ള കർഷകർ പറയുന്നത്. ഏതാണ്ട് 2 മാസം, മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃഷി ഇറക്കിയാൽ ഏതാണ്ട് 2 മാസം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയിൽ പൂർണ്ണ മൂപ്പിലേക്ക് അമ്പിളി മത്തനെ എത്തിക്കുവാൻ കഴിയും. അപ്പോൾ പൂർണ്ണ മൂപ്പെത്തിയ ഒരു അമ്പിളി മത്തനാണ്, ഏതാണ്ട് ഒരു 2-3 കിലോയോളം ഭാരം വരുന്ന അമ്പിളി മത്തനാണ് ഇവിടെ വിളഞ്ഞ് കിടക്കുന്നത്. ഭൂമിയെ നോവിക്കാതെ, ഒരു ചെറിയ ഭാരമുണ്ടെങ്കിൽ പോലും ഭൂമിയെ നോവിക്കാതെ വളരെ മൃദുല ലാവണ്യത്തോടു കൂടിയാണ് ഈ ഒരു മത്തൻ്റെ ഒരു വിന്യാസം. ഒരു മത്തൻ ഞാൻ ഇപ്പോൾ മുറിച്ചെടുക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട്, അതേപോലെ നല്ലൊരു ലാവണ്യമുണ്ട് എന്നുള്ളതാണ് ഈ മത്തൻ്റെ വലിയൊരു മേന്മ. മുറിച്ചാൽ ഉടൻ തന്നെ അത് വിപണിയിൽ എത്തിക്കുകയും വേണം. നാളുകളിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പച്ചക്കറി പ്രേമികളുടെ തേന്മേശയിൽ എത്താൻ പോകുന്ന, പ്രത്യേകിച്ചും പതാരത്തെ ഹരിത മാർക്കറ്റിൽ എത്താൻ പോകുന്ന ഒരു മത്തൻ കൂടിയാണിത്. മത്തൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ കാലം കൂടിയാണിത്. ഈ തോട്ടത്തിൽ നിന്ന് ധാരാളം മത്തൻ ഇപ്പോൾ തന്നെ പറിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ഇത് വിപണിയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അജിയുടെ കൃഷിയിടത്തിലെ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വിളഞ്ഞു കിടക്കുന്ന ഒരു കാച്ചിൽ തോട്ടം. ആ കാച്ചിൽ തോട്ടത്തിൽ തന്നെ കാച്ചിലിൻ്റെ വിത്ത്, അതായത് കിഴയ്ക്ക, വള്ളിക്കാച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ വിദ്യ. സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് മരച്ചീനി കമ്പ് നട്ടതിന് ശേഷം അതിലേക്ക് കാച്ചിലിനെ പടർത്തി കയറ്റുകയായിരുന്നു ചെയ്തത്. കാച്ചിൽ വള്ളികളുടെ ഭാരം കൊണ്ട് ഒടുവിൽ മരക്കമ്പ് ഒടിഞ്ഞു വീഴുമ്പോൾ അതിൽ നിന്ന് വള്ളിക്കാച്ചിൽ അഥവാ കിഴയ്ക്ക ഉണ്ടാകും. ഈ ധാരാളം കാച്ചിലിൻ്റെ വിത്തുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു വിദ്യ, ഒരു ചെറിയ മുരിങ്ങ പന്തലിലേക്ക് കാച്ചിലിനെ വളർത്തി കയറ്റുകയും അത് നല്ലവണ്ണം ഉയർന്ന് പന്തലാവുമ്പോഴേക്കും ആ പന്തൽ ഒടിച്ചിടുകയും ചെയ്യുമ്പോൾ ഭൂമിക്ക് സമാന്തരമായി കാച്ചിൽ വളരുകയും ചെറുവള്ളികൾ അതിൽ മുളയ്ക്കുകയും പൊട്ടുകയും ചെയ്യും. സാധാരണ കുംഭം മീനം മാസങ്ങളിലാണ് കാച്ചിൽ പോലെയുള്ള കിഴങ്ങുവർഗ്ഗ വിളകൾ നടുക. തുടർന്ന് മേടം കഴിഞ്ഞ് ഒരു നല്ല മഴ കിട്ടുന്നതോടുകൂടി കാച്ചിൽ ഇരച്ചു കയറും, വൻ വൃക്ഷങ്ങളിലേക്ക് ഇരച്ചു കയറുകയാണ് പതിവ്. ഇവിടെ ചെറു കാച്ചിൽ വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറുവിദ്യ, വലിയ പന്തലിലേക്ക് കയറുന്ന ഉടൻ തന്നെ പന്തൽ മറിച്ചിട്ടതിന് ശേഷം ഭൂമിക്ക് സമാന്തരമായി അവയെ വളർത്തുകയും അതിൽ നിന്ന് ശിഖരങ്ങൾ പൊട്ടി വള്ളിക്കിഴങ്ങ് അഥവാ കിഴയ്ക്ക ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കാച്ചിലിൻ്റെ ഈ തോട്ടത്തിൽ വീണ് കിടക്കുന്ന ഈ തോട്ടത്തിൽ പരതി കഴിഞ്ഞാൽ നമുക്ക് കിഴയ്ക്ക കാണാൻ കഴിയും. കാച്ചിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു നടിയിൽ വസ്തു കൂടിയാണ് ഈ കിഴയ്ക്ക. അതായത് കിഴക്കയുടെ ഒരു വിത്താണ്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാമെങ്കിൽ പോലും പുതുതായി കൃഷിയിലേക്ക് വരുന്ന സംരംഭകർക്ക് ഈ കാച്ചിലിൻ്റെ വിത്ത് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളത് ഒരു പുതിയ അനുഭവമായിരിക്കും. കിഴയ്ക്ക ഇതിപ്പോൾ ഒരു നല്ലൊരു കിഴയ്ക്ക അഥവാ വള്ളിക്കാച്ചിൽ നല്ലൊരു നടിയിൽ വസ്തു കൂടിയാണ്. കാച്ചിൽ നല്ല വിപണിയിൽ നല്ല വില കിട്ടുന്ന ഒരു വിള കൂടിയാണ്. പ്രത്യേകിച്ച് വലിയ കൃഷി രീതികളൊന്നും തന്നെ ഇല്ല. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഉണക്കച്ചാണകം എന്നിവ അടിവളമായി കൊടുത്ത് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനായി അല്പം കുമ്മായം കൂടി ചേർത്താൽ ഒന്നാം തരം
കാച്ചിൽ ഉണ്ടായി വരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് അജിയുടെ ഈ കൃഷിയിടം. അജിയുടെ കൃഷിയിടം കാണാനായിട്ട് ധാരാളം ആളുകൾ, കൃഷി സ്നേഹികൾ, പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ വരുന്നത്? ഇത് താഴ്ന്ന നിലവാരത്തിലുള്ള ആൾക്കാർ എത്താറില്ല, എന്നാൽ കുറേ മെച്ചപ്പെട്ട ജീവിത സൗകര്യമുള്ളവരാണ് ഇത് കാണാൻ വരുന്നത്. അവർക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് അജി നൽകുന്നത്? അവർ കൃഷിയിലേക്ക് തിരിയണമെന്നും, ഉള്ള സമയം കിട്ടുന്ന പരമാവധി സമയം കൃഷിയിലേക്ക് തിരിയണമെന്നും, പരമാവധി ജൈവ പച്ചക്കറിയും ജൈവ കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്ത് സ്വന്തമായി ഉപയോഗിക്കണമെന്നുമാണ് ഉപദേശം. നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യം തോന്നിയാൽ ഇവിടെ വന്നാൽ നടീൽ വസ്തുക്കളും ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കുന്ന വിദ്യയും ഒക്കെ നൽകാൻ കഴിയും. തീർച്ചയായും. അജിയുടെ ഒരു ഇപ്പോൾ 4 ഏക്കറിൽ വലിയൊരു കൃഷി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അറിയപ്പെടുന്നൊരു കർഷകനായി സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരങ്ങൾ കിട്ടി. അജിയുടെ ഇനിയൊരു മോഹം എന്താ? ഇനിയും കൃഷി ഡെവലപ്പാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആജീവനാന്തകാലം ഒരു മികച്ച കർഷകനായി മാറുക എന്നുള്ളത്. അതെ. അതിനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മണ്ണിൻ്റെ വീറും മനുഷ്യൻ്റെ വേർപ്പും ചേർന്നാൽ വിള വിസ്തൃതമാകും. അത് ജൈവം കൂടിയായാലോ ആ ചൈതന്യത്തിൻ്റെ ഭേരി നാടെങ്ങും മുഴങ്ങും. അത് മുഴക്കാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറാണ്. ഒപ്പം കൂടാം.